ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു മീൻ പീര ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. എന്തോ ചെറിയ മീനാണ്. ഇത് പീര വറ്റിക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്, ഫ്രൈ ചെയ്യാനും നല്ലതാണ്. ഇത് ഒരു ചെറിയ തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഒരു സവാള എടുത്തിട്ടുണ്ട്. ആണെങ്കിൽ മീൻ പീര വറ്റിക്കുന്നതിനകത്ത് സവാള ചേർക്കുക, നല്ല ടേസ്റ്റാണ് അത്. ഒരു ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ ഇടുന്ന പുളിയുണ്ടല്ലോ, അതും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ പുളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക്, ഈ ടൊമാറ്റോയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിലുള്ള കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാമേ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാമേ. ഇത് നല്ല ഫൈനായിട്ടൊന്നും അരയണ്ട കേട്ടോ. ചെറിയ നമ്മൾ തോരനൊക്കെ അരയ്ക്കത്തില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഈ ചെറിയുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ പച്ചമല്ലിയായിരുന്നു ചേർക്കുന്നത് കേട്ടോ. അത് പച്ചമല്ലി എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയെ. കുറച്ച് കുരുമുളക് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ടൊന്നും അരയ്ക്കണ്ട കേട്ടോ. നമ്മൾ തോരനൊക്കെ അരയ്ക്കത്തില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതിയേ. തേങ്ങ ഞാൻ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ഇച്ചിരി ജാർ കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം, കാരണം ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള മീനാണ്, അതുകൊണ്ട് ഇത് പൊടിഞ്ഞു പോകാനിടയുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാമേ. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് തിളച്ച് കഴിയുമ്പം ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാമേ. അടച്ചു വെച്ച് കൊടുക്കാമേ. ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇല്ല കേട്ടോ, ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇത് വറ്റിയിട്ടില്ല കേട്ടോ, ഇതിലെ വെള്ളമുണ്ട്. ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാമേ. കുറച്ചുകൂടെ ഒന്ന് വറ്റാണ്ട് ഇതിലെ വെള്ളമേ. ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് അടിച്ചു പിടിക്കാനിടയുണ്ട്. ഇതിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഈ മീൻ പീര പറ്റിക്കുന്ന ഇങ്ങനെ ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.